ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഞാൻ പരമേശനു സദനം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സദനം. ഇത്രയോ നല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആദ്യപൂർവ്വ കാത്തിരുന്നു കാലമാതിങ്കൽ. ഇത്രയുമല്ല ആശീർവാദം ഒക്കെയും ലഭിച്ചിടുവാൻ ആദ്യപൂർവ്വ കാത്തിരുന്ന കാലമാതിങ്കൽ. ആദ്യതീർത്താവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാനും ആദ്യതീർത്താവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാനും ആദ്യറിഞ്ഞവൻ തന്നെ വാർത്തയെനിക്കേകിയാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. എന്റെ പാപമെല്ലാം പോകിയതാൽ പാടും ഞാൻ പരമേശ്വരോ സതതം. ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിമോചനം നൽകുവാൻ ദൈവം തന്റെ പുത്രനെ ഈ താണലോകത്തിലേക്ക് അയച്ചു. തിരുവെഴുത്തിൻ പ്രകാരം ഈ ഭൂമിയിൽ അവതരിക്കുകയും തിരുവെഴുത്തനുസരിച്ച് ജീവിക്കുകയും തിരുവെഴുത്ത് പ്രകാരം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വിളിച്ചോതുകയും തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലതു ഭാഗത്ത് ലോകത്തിലുള്ള സകല ജനത്തിനും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു തന്റെ മനുഷ്യ അവതാരത്തിൽ ഭൂമിയിൽ താൻ നൽകിയ ഒരു മാതൃകാപരമായ ശുശ്രൂഷയാണ് സ്നാനം എന്നുള്ളത്. കർത്താവ് കാണിച്ച മാതൃകയും തുടർന്നുണ്ടായ അപ്പോസ്തലന്മാരുടെ സഭാ നടപടിയുമായ സ്നാനം സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് പകൽ 4 പ്രിയപ്പെട്ടവർ ഒരുക്കത്തോടെ കടന്നു വരുവാൻ ഇടയായി. ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകൾ മാനുഷികമല്ല, അത് ദൈവികമായി തീരട്ടെ. ദൈവം അവരുടെ തീരുമാനത്തെ അംഗീകരിക്കട്ടെ. കേവലം ഒരു ചടങ്ങിൽ എന്നതിനേക്കാൾ ഉപരിയായി സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകലായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ സംഘത്തോട് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഈ പ്രഭാത സമയത്ത് കർത്താവെ 4 പൈതങ്ങൾ ദൈവമേ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ സ്തോത്രം ചെയ്ത് ജലത്തിൽ പരസ്യമായി സാക്ഷിക്കുവാനായിട്ട് കർത്താവെ കടന്നു വന്നിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് വചനത്തിൽ പഠിക്കുന്നുവല്ലോ. കർത്താവെ അപ്രകാരം ദൈവമേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ ദിവസം കർത്താവെ സ്വർഗം സന്തോഷിക്കുന്ന ഈ സമയത്ത് കർത്താവെ ഞങ്ങൾക്കും കർത്താവെ അതിന്റെ ഭാഗവാക്കുകളാകുവാൻ കർത്താവെ അങ്ങ് സഹായിച്ച മുഖാന്തരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്നാനപ്പെടുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം ശക്തീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ രാമനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം അങ്ങ് ശക്തീകരിക്കണമേ, അധികാരപ്പെടുത്തുമാറാകണമേ. കർത്താവിന്റെ കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്നാനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് കർത്താവെ തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവിന് ഹിതമാവണ്ണം ജീവിക്കാൻ പ്രത്യാശയുള്ള മക്കളായി കർത്താവെ അന്ത്യം വരെയും കർത്താവെ വിശ്വസ്തരായി നിലകൊള്ളുവാൻ പ്രിയ മക്കളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ചന്തവും ഭംഗിയുക്തവുമായിട്ട് അവസാനിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താളത്തോടൊപ്പം പാതകീട വയ്ക്കുമ്പോൾ പ്രാർത്ഥന കേട്ടിത്തര നൽകണമേ നല്ല പിതാവേ. ലോകത്തിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനും അവന് നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനുമായുള്ള വിവിധമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആത്യന്തികമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ
അടിസ്ഥാനമാക്കിയാണ് ക്രിസ്തീയ ശുശ്രൂഷകൾ നിർവഹിക്കാനിടയാകും. ഇന്നിവിടെ നടക്കുന്ന സ്നാനത്തിൻ്റെ ആധികാരികമായ ധാരാളം രേഖകൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചില വാക്യങ്ങൾ പൊതുവായി വായിച്ചു കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളും 28-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളും കർത്തൃദാസന്മാർ പരസ്യമായി ഇവിടെ വായിച്ചു. അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറന്നു. ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-20 വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീരെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാകുന്ന സ്നാനം ഇവിടെ നടക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദയവായി സ്നാനത്തിലുള്ള പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി മുൻപോട്ട് കടന്നു വരും. ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാട്ടുകൾ പാടി വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ താണലോകത്തിൽ വന്ന് അവതരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും പാപികൾക്ക് പാപമോചനം നൽകുകയും തിരുവഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്കും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. താമസമില്ല തന്നെ കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി വേഗം വരികയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് പ്രിയമകൾ അച്ഛ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തുക എന്നുള്ളത് പിതാവാം ദൈവത്തിന്റെ കൽപ്പനയാകിയാലും ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പരസ്യമായ ജലത്തിൽ സ്ഥാനപ്പെടുത്തിക്കൊള്ളുന്നു. മരണവരിയെന്ന വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. യോഗ്യ
മരിച്ച് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ തകർക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നത് പിതാവാം ദൈവത്തിന്റെ കൽപ്പനയാകിയാൽ പ്രിയാദാനിയുടെ സാക്ഷിവാചക നിമിത്തം ഞാൻ പ്രിയദാനിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊള്ളുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന ജീവകിരീടം പ്രാപിക്കും. വന്നു തന്റെ മേൽപ്രാവിനെ ഇറങ്ങി വന്നു തന്റെ മേൽപ്രാവിനെ ഇറങ്ങി. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താണലോകത്തിൽ വന്നവതരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭാവികൾക്ക് പാപമൊന്നും പ്രസംഗിക്കുകയും പ്രകാരം ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്ക് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. താമസമില്ലാതെ വിശുദ്ധന്മാരെ ചേർക്കുവാനായി ആകാശമേഖലകളിൽ വെളിപ്പെടുന്ന കർത്താവായ യേശു ദൈവപുത്രനെന്ന് പ്രിയാക്ഷയിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് പിതാവാം ദൈവത്തിന്റെ കൽപ്പനയാകിയാൽ പ്രിയാക്ഷയുടെ സാക്ഷിവാചക നിമിത്തം ഞാൻ പ്രിയാക്ഷയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊള്ളുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന ജീവകിരീടം പ്രാപിക്കും. രോഗികളെ സൗഖ്യമാക്കുകയും ഭാവികൾക്ക് പാപമോചനം പ്രസംഗിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും തിരുവഴുത്ത് പ്രകാരം ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് തിരുവഴുത്ത് പ്രകാരം ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്ക് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും താമസമില്ല തന്നെ കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി ആകാശമേഖല വെളിപ്പെടുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് പിതാവാം ദൈവത്തിന്റെ കൽപ്പനയാകിയാലും പ്രിയാരൂപസിന്റെ സാക്ഷിയാവാചക നിമിത്തം ഞാൻ പ്രിയാവൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തിക്കൊള്ളുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന ജീവകിരീടം പ്രാപിക്കും. പരമോന്നത
ജീവിതത്തിന്റെ അവസാനം നിത്യ നരകമാണെന്നും സകല മതഗ്രന്ഥങ്ങളും വിശിഷ്യാൽ ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ അരക്കിട്ടുറപ്പിച്ച് പ്രസ്താവിക്കുമ്പോൾ ആ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ വിടുവിക്കുവാൻ ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതിയായ യേശു ക്രിസ്തുവിനെ ഇന്നേക്ക് 2000 വർഷത്തിന് മുമ്പ് ഈ ഭൂമിയിലേക്ക് അയക്കുകയും തന്റെ ശുശ്രൂഷ നിമിത്തം തന്റെ ക്രൂശുമരണ നിമിത്തം ജീവപര്യന്തം പാപത്തിന് അടിമപ്പെട്ട മരണത്തിന് അടിമപ്പെട്ട വ്യക്തികളെ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെടുവാനിടയാൽ യേശു ക്രിസ്തു സ്ഥാപിച്ച ആ രക്ഷണ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാകുന്ന ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനമാണ് 4 പ്രിയപ്പെട്ടവർ പരസ്യമായി ഇന്ന് യേശുവിനെ ജനത്തിൽ സാക്ഷീകരിച്ചുകൊണ്ട് അവര് സ്വീകരിക്കാനിടയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു സത്യമാണ്, ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നെങ്കിൽ യേശു ക്രിസ്തു പ്രസംഗിച്ച പ്രസംഗങ്ങൾ സത്യമാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നെങ്കിൽ യേശു ക്രിസ്തു സ്ഥാപിച്ച രക്ഷയും സത്യമാണ്. യേശു ക്രിസ്തു സ്ഥാപിച്ച രക്ഷയും സത്യമാണെങ്കിൽ ആ രക്ഷയ്ക്കുതകുന്ന അതിപ്രധാനമായ ശുശ്രൂഷയാകുന്ന സ്നാനവും സത്യമാണ്. ഇതൊക്കെയും ജീവിതത്തിൽ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ, ഈ ലോകം അസ്തമിക്കുവാൻ സമയമായി തന്റെ വിശുദ്ധന്മാരോട് വാഗ്ദാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് സംഭവിക്കുവാനുള്ള എല്ലാ അടയാളങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്ത നിമിഷം കർത്താവായ യേശുവിന്റെ മടങ്ങി വരവോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമോ എന്ന് നാം അറിയുന്നില്ല. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നഷ്ടമാക്കാതെ കർത്താവിന്റെ കൽപ്പന ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ഒരു അവസരമായി ഞാൻ ഈ സമയം ഓർത്തിരിക്കുകയാണ്. ഇന്ന് പകൽ സ്നാപകൻ ഇവിടെ ഉണ്ട്, സ്നാനജലം ഇവിടെ ഉണ്ട്. ഇത്രയും വിശുദ്ധന്മാരുടെ നടുവിൽ ഈ സ്നാനം സത്യമാണെന്നും എനിക്ക് എന്റെ കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കാൻ കഴിഞ്ഞുവെന്നും യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാൻ ആരെങ്കിലും ഇന്നിവിടെ തയ്യാറാണെങ്കിൽ ഒട്ടും അമാന്തിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എല്ലാ സൗകര്യങ്ങളുടെ ഉണ്ട് എന്ന് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് സ്നാനപ്പെടുവാനുള്ള തീരുമാനമെടുക്കാം. അത് പൊതുസഭയിൽ പ്രസ്താവിക്കാം. നാളെയാണെങ്കിൽ പോലും നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. നേരത്തെ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു രാത്രിയിൽ തീരുമാനമെടുത്ത രാത്രിയിൽ തന്നെ സ്നാനപ്പെട്ടവനെ കുറിച്ച് വേദപുസ്തകത്തിൽ നോക്കാം. അവൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളിൽ എത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിനെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയെ രക്ഷകന്റെ കർത്താവായി അംഗീകരിച്ച 4 പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകല് പരസ്യമായി അങ്ങയെ ജലത്തിൽ സാക്ഷിപ്പാൻ ഭാഗ്യം കൊടുത്തത് കേവലം ഒരു ചടങ്ങായിട്ടല്ല. അവരിവിടെ വെള്ളത്തിൽ ഇറങ്ങിയതും ആമേൻ ദൈവവചനമാകുന്ന ദൈവവചനത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചതും സ്വർഗത്തിൽ അംഗീകരിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നുവെങ്കിൽ സ്നാനപ്പെട്ട 4 പ്രിയപ്പെട്ടവരുടെ മേൽ ഈ നിമിഷം മുതൽ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്നാനപ്പെടാനുള്ള പ്രിയപ്പെട്ടവർക്ക് ഇതൊരു പ്രചോദനമായി തീരണമേ. സ്നാനപ്പെട്ടവർ ജീവിതങ്ങൾ വിശുദ്ധ ജീവിതമുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചല്ലോ. ഇതിനെ ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. എപ്പോഴും ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാമത്തിനു ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ജയം 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 എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ
നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങള് തീരുമാനം നിവർത്തിപ്പാന് ജനത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം അവരെ സഹായിച്ചല്ലോ. എല്ലാവിധമായ നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളുടെ പേരിൽ പകരുമാറാകട്ടെ. സൂക്ഷിപ്പാൻ അങ്ങനെ ബലപ്പെട്ട ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. എല്ലാവിധമായ നന്മകളും ആരോഗ്യവും ആയുസ്സും ദൈവം നൽകുവാന് നമുക്ക് അല്പ നിമിഷങ്ങൾ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവസഭയെ ഒരുമിച്ച് ഇന്ന് പകൽ കൂടി വന്ന് അനുഗ്രഹമാക്കിയതിനായി ദൈവത്തിന് മഹത്വം പറയാം. ഹല്ലേലൂയാ, സ്തോത്രം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിതമേറിയ നല്ല പകൽ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസഭ അനുഗ്രഹിതമേറിയ ശുശ്രൂഷയ്ക്ക് സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം പ്രിയ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഭാവബോധം കൊടുത്ത്, നീതിബോധം കൊടുത്ത്, നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്ത് കർത്താവേ തന്റെ മക്കൾ ദൈവത്തെ ക്രിസ്തുവിനെ ധരിക്കുവാൻ തക്കവണ്ണമുള്ള ഈ സ്നാന ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് കാണിച്ച നല്ല താല്പര്യങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങൾ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അവിടെ ഭാവി, അവിടെ മുന്നോട്ടുള്ള ജീവിതങ്ങൾ, വിശ്വാസ യാത്രകള് ഏത് കഷ്ടതയിലും ഏത് പ്രതികൂലങ്ങളിലും ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മാവിന്റെ എരിവോടെ ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നാനം കർത്താവപ്പെടുത്തുവാൻ കടന്നു വന്ന അങ്ങനെ വിലപ്പെട്ട ദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവം സഹായിച്ചല്ലോ, ശുശ്രൂഷകളെ അനുഗ്രഹമാക്കിയല്ലോ. ഏറിയ ബലത്തോടെ പിന്നെയും കർത്താവിന് വേണ്ടി പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യുതികളായ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഒരുമിച്ച് കർത്താവേ ദൈവമേ സാക്ഷി വഹിച്ച പ്രിയപ്പെട്ടവരുടെ ജീവിതത്തില് ഒരു വലിയ പ്രയോജനമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും സ്നാനപ്പെടുവാനുണ്ടെങ്കിൽ കർത്താവേ തീരുമാനിക്കുവാന് ക്രിസ്തുവിനെ ധരിക്കും നിത്യതയുടെ പേര് ചേർക്കപ്പെടുവാൻ ദൈവം വരുത്തിയാട്ടെ. കടന്നു വന്ന പ്രിയപ്പെട്ടവരെയും കണ്ടവരെയും കർത്താവെ അനുഭവിച്ചവരെയും ഞങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. എല്ലാ മഹത്വം ദൈവത്തിന്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായി പ്രാർത്ഥനകൾക്ക് സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും സ്നാനപ്പെടുത്തിയ അഭിഷേകത്തിനോടും സ്നാനപ്പെട്ട പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും ദൈവസഭയോടും നമ്മുടെ കർത്താവിന്റെ രക്ഷകരമായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവരെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു രോഗികളെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ആ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വന്നവനും വരുന്നവനുമായ